പരിശുദ്ധ റമദാൻ നമ്മളെ വിട്ട് യാത്ര ചോദിക്കുന്ന ഈ വേളയിൽ വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. സലഫുകൾ അവരുടെ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പു നോറ്റു, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തു, സ്വതക്ക നിർവഹിച്ചു, രാത്രി നമസ്കരിച്ചു. അള്ളാഹുവിന് നമ്മുടെ ഇബാദത്തുകളുടെ ആവശ്യമില്ലല്ലോ. അവൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് സ്വർഗം നേടാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ വേളയിൽ റമദാനിന് ശേഷവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അള്ളാഹു പറഞ്ഞിട്ടാണ് കഅബ നിർമ്മിക്കുന്നത്. പക്ഷേ ആ കഅബ നിർമ്മിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ഒരു വലിയൊരു പാഠം ഇതിൽ നമുക്കില്ലേ? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബ നിർമ്മിച്ചിട്ടുകൂടെ അള്ളാഹുവെ, ഇത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകുന്ന പാഠം, നമ്മുടെ അമലുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അമലുകൾ ചെയ്യുന്നതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആ അമലുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പല ആളുകളും അമലുകൾ നിർവഹിച്ച് അതെല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന ധാരണയിലാണ്. സലഫുകൾ എത്ര ഗൗരവത്തോടുകൂടെയാണ് അത് പേടിച്ചിട്ടുള്ളത്. അവരുടെ അമലുകൾ സ്വീകരിച്ചോ എന്നാലോചിച്ച് അവരുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ധാരാളമായി സ്വീകരിക്കുന്നതിനു വേണ്ടി അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ രാത്രി നമസ്കാരം, ഇതെല്ലാം അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. തഖ്വ നേടാനായിരുന്നല്ലോ നമുക്ക് റമദാൻ. റമദാൻ പിന്നിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എന്തു പുതിയ നന്മയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, മുത്തഖീങ്ങളാകാൻ, അതിനാണ് പരിശുദ്ധ റമദാൻ, ഈ നോമ്പ്, ഇതെല്ലാം നമുക്ക്. എന്നിട്ട് നാം തഖ്വ നേടിയോ? ഈ റമദാൻ നമുക്ക് നഷ്ടങ്ങളുടെ കഥയാണോ പറയാനുള്ളത്? റമദാൻ നമ്മളോട് യാത്ര ചോദിക്കുമ്പോഴും വിട പറയാത്ത തിന്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മുടെ ഹൃദയത്തിലുണ്ടോ? നമ്മുടെ രഹസ്യങ്ങളിലുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, പ്രിയമുള്ളവരെ, റമദാനിൽ നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പാനീയങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചു, വികാരങ്ങളെ നമ്മളെ പിടിച്ചുകെട്ടി. എന്നിട്ടും റമദാൻ കഴിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളോട്, നമ്മുടെ സ്വകാര്യതയിലെ തെറ്റുകളോട്, നമ്മുടെ നാവ് വരുത്തുന്ന വിനകളോട് നമുക്ക് യാത്ര ചോദിക്കാൻ, നമുക്ക് വിട പറയാൻ, അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ റമദാനിൽ നമ്മൾ നേടിയ തഖ്വ എന്താണ്? അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, നമ്മളെ ഏറ്റവും നന്നായി അറിയുന്നത് നമുക്കാണ്. മറ്റുള്ളവരെക്കാൾ അധികം നമ്മൾ ആരാണ്, നമ്മൾ എത്രത്തോളമുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ പരലോകത്തിനെ ബാധിക്കുന്ന തിന്മകൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്കറിയാം. നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ നമുക്കെതിരായി തിരിയുന്ന എന്തെല്ലാം പെരുമാറ്റങ്ങൾ, എന്തെല്ലാം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്കറിയാം. അത് റമദാൻ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ രഹസ്യത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ, പ്രിയമുള്ളവരെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിലെ തഖ്വ കൊണ്ട്, റമദാനിലൂടെ നമ്മൾ ആർജിച്ച ഈമാൻ കൊണ്ട് നമുക്ക് തിന്മകൾക്കെതിരെ പരിച തീർക്കാൻ സാധിക്കണം. റമദാൻ കഴിഞ്ഞാൽ തിന്മകൾ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. സമൂഹം പഴയതുപോലെ തന്നെ
തിയേറ്ററുകൾ തുറന്ന്, തോന്നിവാസങ്ങൾ തുറന്ന് നമ്മളെ കാത്തിരിക്കുകയാണ്. അവിടെ നാം നേടിയ തഖ്വ ഈ തിന്മകൾക്കെതിരെ പരിചയായി നമ്മുടെ മുന്നിലുണ്ടാകണം. റമളാനിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിച്ചതുപോലെ റമളാനിന് ശേഷം നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ നാവിനെ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, അങ്ങനെ പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ക്രമീകരിക്കും എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് നേടി എന്ന് നമ്മുടെ മനസ്സു പറയുന്നുണ്ടോ? ഒരുപാട് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിട്ടില്ല, നമ്മുടെ നേതാക്കന്മാർക്കുണ്ടായിട്ടില്ല. അവരൊരുപാട് ചെയ്തവരാണ്, ഒരുപാട് പ്രവർത്തിച്ചവരാണ്, ഒരുപാട് അമലുകളുടെ തൂക്കം അവർക്കുണ്ട്. പക്ഷെ നമുക്ക് തോന്നിയതുപോലെ ധാരാളം ചെയ്തു, ധാരാളം പ്രവർത്തിച്ചു, റമളാനിൽ ഒരുപാടായി എന്നവർക്ക് തോന്നിയിട്ടില്ല. അവരുടെ അമലുകൾ അവർക്ക് ചെറുതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. 5374 ഹദീസുകൾ നമുക്ക് കൈമാറിയ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അത്ര ഏറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സ്വഹാബിയുണ്ടോ? റസൂലുള്ളാഹിയുടെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ പട്ടിണി കാരണം ബോധം നഷ്ടപ്പെട്ടു വീണ മഹാനായ സ്വഹാബി. സ്വഹാബത്ത് ഓടി വരുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അരികിലേക്ക്. അബൂ ഹുറൈറ, എന്താണ് നിങ്ങളുടെ പ്രയാസം? മറുപടി എന്താണ്? രോഗം കൊണ്ടാണ് എന്നാണോ? തല കറങ്ങിയതാണ് എന്നാണോ? മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാണോ? ഇതൊന്നുമല്ലല്ലോ. മറുപടി പട്ടിണി കാരണമാണ് എന്നാണ്. വിശപ്പ് കാരണമാണ് അബൂ ഹുറൈറ ബോധം കെട്ടത് എന്നാണ്. വിജ്ഞാനം പഠിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് ഒടുവിൽ വിശപ്പു സഹിക്കാൻ കഴിയാതെ മസ്ജിദുൻ നബവിയിൽ താഴെ വീണ, ബോധം നഷ്ടപ്പെട്ട് താഴെ വീണ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അമലുകൾക്ക് ഒരുപാട് തൂക്കമുണ്ട് എന്ന്. ധാരാളം അമലുകൾ ഞാൻ നേടിയെടുത്തു എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. മരണപ്പെടുന്ന സമയത്ത് കണ്ണ് നനച്ചത് ഖില്ലത്തു സാദി, എൻ്റെ സാദ്, എൻ്റെ പാതേയം കുറവാണല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ്. മരണത്തിനപ്പുറമുള്ള യാത്ര സുദീർഘമാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ നിസാരത അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. ഇതെത്രമാത്രം ചെറുതാണ് എന്ന് ആ സമയത്താണ് നാം തിരിച്ചറിയുക. പക്ഷേ ആ യാത്രയിൽ, മരണത്തിന് ശേഷമുള്ള യാത്രയിൽ കൂടെ കൊണ്ടുപോകാനുള്ള എൻ്റെ അമലുകൾ, എൻ്റെ പരലോകത്തേക്ക്, എൻ്റെ സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ അമലുകൾ എൻ്റെ കൈകളിൽ കുറവാണല്ലോ എന്ന പേടിയാണ് നമ്മുടെ മുൻഗാമികൾക്കുണ്ടായത് എങ്കിൽ ആ ഒരു പേടിയല്ലേ പ്രിയമുള്ളവരെ നമുക്കുമുണ്ടാകേണ്ടത്? നമുക്ക് നമ്മുടെ അമലുകൾ എങ്ങനെയാണ് വലുതായി തോന്നുന്നത്? രാത്രി വേഷം മാറി പ്രജകളുടെ കാര്യം അന്വേഷിച്ച് നടന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മക്കയുടെയും മദീനയുടെയും ചരിത്രത്തിൽ അതുപോലെ നീതിമാനായ ഒരു ഖലീഫയെ നമുക്ക് കാണാൻ കഴിയുമോ? അത്രമാത്രം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച, സൂക്ഷിച്ച മഹാനായ ഉമർ. ഉറക്കം പലപ്പോഴും നഷ്ടപ്പെട്ടു. ജനങ്ങൾ പറയുന്നുണ്ട്, ഉമർ നിങ്ങളൊന്നുറങ്ങണം, ഒന്ന് നന്നായി വിശ്രമിക്കണം. ഉമർ പകലുറങ്ങിയാൽ പ്രജകളുടെ കാര്യം ആര് നോക്കും? ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമില്ലേ? ഉമർ രാത്രി ഉറങ്ങിയാൽ ഉമറിന്റെ കാര്യം ആര് നോക്കും? അള്ളാഹുവിന്റെ മുന്നിൽ ഉമറിന്റെ കാര്യങ്ങൾ എനിക്കു പറയണ്ടേ? രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച് പകലിൽ പ്രജകളുടെ കാര്യം നോക്കി, കൈ തലയിണയാക്കി മരച്ചുവട്ടിൽ, വഴിയോരങ്ങളിൽ, പള്ളിയിൽ കിടന്നുറങ്ങിയ ഇസ്ലാമിക ചരിത്രത്തിലെ നീതിയുടെ പര്യായമായ ഉമർ. ഫസ്അലു അൻ കുല്ലി അദിലിൻ ഉമറ. അതിൽ അറിയണമെങ്കിൽ നിങ്ങൾ ഉമറിനെ പഠിക്കണം. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് കവിൾത്തടം മണ്ണിൽ വെച്ച് കണ്ണ് നനക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണ്? ഉമറിന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ടെങ്കിലും അള്ളാഹു ഉമറിനോട് കാരുണ്യം കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ മണ്ണിൽ കിടക്കുന്ന ഈ സാധുവിനെ കണ്ടുകൊണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊതിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ടോ? നമ്മൾ അമലുകൾ കുറവാണെന്ന തിരിച്ചറിവോടുകൂടെ നന്മയിൽ മത്സരിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടോ? അങ്ങനെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം. നമ്മൾ നിസ്സാരന്മാരാണെന്നും കുറഞ്ഞ അമലുകളാണ് നമ്മുടെ കൈകളിലുള്ളത് എന്നും ഒരുപാട് തെറ്റുകൾ വന്നുപോയവരാണ് എന്നും നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി നമുക്ക് നന്മകളിൽ മത്സരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. പ്രിയമുള്ളവരെ, വഅബ്ദ് റബ്ബക് ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക.
ഏതെങ്കിലും സീസണിൽ തഖ്വ നേടിയെടുക്കുന്ന, ഏതെങ്കിലും സീസണിൻ്റെ അടിമകളല്ല നമ്മൾ. റമദാനിൻ്റെ അടിമകളല്ല നമ്മൾ റഹ്മാനായ റബ്ബിൻ്റെ അടിമകളാണ്. ആ റഹ്മാനായ റബ്ബ് റമദാനിന് ശേഷവും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. റമദാനിന് ശേഷവും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഒന്നാൻ ആകാശങ്ങളിലേക്ക് അവൻ ഇറങ്ങി വരുന്നുണ്ട്. റമദാനിന് ശേഷവും അവൻ പാപമോചനം നൽകുന്നുണ്ട്. നമ്മുടെ മുഴുവൻ പാപങ്ങളും അവനോട് തേടിയാൽ പൊറുക്കുമെന്ന് ആ റബ്ബിൻ്റെ വാഗ്ദാനമുണ്ട്. എങ്കിൽ മരണം വരെ മഗ്ഫിറത്തിനെ ചോദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. ഖുർആൻ പാരായണത്തിന് ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ ദിക്റുകൾക്ക് ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ സമയത്തെ ഭാഗിച്ച് നാളെ പരലോകത്തിനു വേണ്ടി ഒരു സമയം നമ്മൾ നീക്കിവെച്ച് അങ്ങനെ നമ്മുടെ ഇബാദത്തുകളെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നെറ്റിയിൽ വിയർപ്പുതുള്ളികളുമായിട്ടാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയേണ്ടത്. ഒരുപാട് ചെയ്തു എന്ന തോന്നലിൽ നിന്ന് ഇനി വിശ്രമകാലം, ഇനി ഇതാ കുറച്ചു കാലം ഞാൻ വിശ്രമിക്കുന്നു, ഇനി 11 മാസക്കാലം എൻ്റെ ദുനിയാവ്, ഇനി ഖുർആൻ പാരായണം കഴിഞ്ഞു, ഇനി സ്വതക്ക കഴിഞ്ഞു, ഇനി ദാനധർമ്മങ്ങൾ കഴിഞ്ഞു, ഇനി എൻ്റെ ദുനിയാവിൻ്റെ വാരിക്കൂട്ടാനുള്ള ദിനങ്ങൾ എന്നല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്മയിൽ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മരണത്തെ കണ്ടുമുട്ടുന്നതുവരെ നന്മയിൽ നമ്മൾ മത്സരിക്കുക. നെറ്റിയിൽ വിയർപ്പുതുള്ളികളുമായി അധ്വാനിച്ച് പരലോകത്തിനു വേണ്ടി പരിശ്രമിച്ച് നെറ്റി നനച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവർ അവരുടെ അവസാനം നന്നാക്കാൻ അവർ പ്രാർത്ഥിച്ചു. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥന ആത്മാർത്ഥമാണ് എങ്കിൽ ഇന്നുള്ളതിനേക്കാൾ മനോഹരമാകണം നാളെ. ഓരോ ദിവസങ്ങളും മനോഹരമാക്കണം. ഓരോ ദിവസങ്ങളും നന്മകൾ കൊണ്ട് ധന്യമാക്കണം. അപ്പോഴാണ് ആ പ്രാർത്ഥന ആത്മാർത്ഥമാവുക. നന്മകൾ നിലക്കരുത്. അള്ളാഹുവിനിഷ്ടം തുടർച്ചയാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വ ഇൻ ഖല്ല. കുറച്ചാണെങ്കിലും തുടർത്തുക, അതാണ് റബ്ബിനിഷ്ടം. റമളാനിൽ ഒരുപാട് ചെയ്ത് റമളാൻ കഴിഞ്ഞ് പിന്നീട് നമസ്കാരമില്ലാത്തവർ, റമളാൻ കഴിഞ്ഞ് ജമാഅത്തില്ലാത്തവർ, റമളാൻ കഴിഞ്ഞ് ഖുർആനുമായി ബന്ധമില്ലാത്തവർ, പ്രിയമുള്ളവരെ, അതല്ല. നമ്മുടെ നന്മകൾ അതിന് തുടർച്ചയുണ്ടാകണം. രാത്രി നമസ്കാരം എത്ര ചെറുതാണെങ്കിലും അത് തുടർത്തു. ഖുർആൻ പാരായണം നമുക്ക് ഓതാൻ കഴിയുന്നത് എത്രയാണ് അത് തീരുമാനിച്ച് ഓരോ ദിവസത്തിലും അതിനൊരു സമയം മാറ്റിവെക്കൂ. സ്വതക്കകൾ നമുക്ക് എത്രയാണോ നൽകാൻ കഴിയുക അതിന് തുടർച്ചകൾ ഉണ്ടാകണം. ഓരോ പ്രവർത്തനങ്ങൾക്കും തുടർച്ചകൾ ഉണ്ടാകണം. റമളാൻ കഴിഞ്ഞാൽ ഈമാൻ ദുർബലമാകും എന്ന് പറയുന്നവരെ പരിഹാരം നമുക്ക് ചരിത്രത്തിൽ കാണാം. ഹന്തല മുനാഫിക്കായി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടുവരുന്ന സ്വഹാബിയെ ചരിത്രം നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ഹന്തല മുനാഫിക്കായി. എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ സ്വർഗനരകങ്ങൾ അവർ കൺമുന്നിൽ കണ്ടു. സ്വർഗം അവർ കണ്ടു, നരകം അവർ കണ്ടു. അവരുടെ ഈമാൻ അത്രമാത്രം ഉയർന്നു. പക്ഷെ കുടുംബത്തിലേക്ക് തിരിച്ചപ്പോൾ, കച്ചവടങ്ങളിലേക്ക് തിരിച്ചപ്പോൾ അവരുടെ ഈമാൻ ദുർബലമായതായി നമ്മുടെ മുൻഗാമികൾക്ക് തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് സങ്കടവുമായിട്ട് അവരെത്തി. എന്താണ് ആ സങ്കടം? ഈമാൻ കുറയുന്നു എന്നതാണ് സങ്കടം. തഖ്വ നിലനിർത്താൻ കഴിയുന്നില്ല എന്നതാണ് സങ്കടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത്, ഹംദല, ആ ഒരു ഈമാൻ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ മലക്കുകൾ ഇറങ്ങി വന്ന് നിങ്ങളുടെ വിരിപ്പിൽ, നിങ്ങളുടെ വഴികളിൽ നിങ്ങൾക്ക് കൈകൾ നൽകുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ പ്രിയമുള്ളവരെ? മലക്കുകൾ ഇറങ്ങി വന്ന് നമുക്ക് കൈകൾ നൽകുന്ന ഒരു സാഹചര്യം ഇല്ല. അഥവാ അങ്ങനെ ഈമാൻ നിലനിർത്താൻ നമുക്ക് കഴിയില്ല. വിജ്ഞാനത്തിൻ്റെ സദസ്സിലുണ്ടാകുമ്പോഴുള്ള ഈമാൻ നമ്മുടെ കച്ചവടത്തിലേക്ക് തിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ, നമ്മുടെ ദുനിയാവിലേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ നമുക്കുണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ധാരാളമായി വിജ്ഞാന സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം. വിജ്ഞാന സദസ്സുകളാണ് നമ്മുടെ ഈമാൻ ഉയർത്തുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള, നരകത്തെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് നമ്മുടെ ഈമാൻ പുതുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈമാൻ പുതുക്കാൻ, നമ്മുടെ ഈമാൻ നനക്കാൻ, നമ്മുടെ ഹൃദയത്തിന് നനവു പകരാൻ നമുക്ക് സ്ഥിരമായ ഏതെങ്കിലും പഠന സംവിധാനങ്ങൾ ഉണ്ടാകണം. ഒരുപാട് പഠന സംവിധാനങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ നടത്തി വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ സ്ഥിരം പഠിതാവായിട്ടുണ്ടാകണം. റമളാൻ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് ചില ആളുകൾക്ക് രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ പ്രയാസമുള്ളവരുണ്ടാകും. പത്രം വായിച്ചില്ലെങ്കിൽ പ്രയാസമുള്ളവരുണ്ടാകും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ദൈനംദിന ഭാഗമായി, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് പല ആളുകൾക്കും. എന്നാൽ ഒരു ദിവസത്തിൽ ഇതാ ഇന്ന് ഞാൻ എൻ്റെ പഠന ക്ലാസ് കേട്ടിട്ടില്ലല്ലോ, ഇന്ന് എൻ്റെ ഖുർആൻ ക്ലാസ് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഇന്ന് ഞാൻ 500 കേട്ടിട്ടില്ലല്ലോ എന്നാലോചിച്ച് നമുക്ക് പ്രയാസപ്പെടുന്ന, മനസ്സുവേദനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിജ്ഞാന സദസ്സുകളുമായി റമളാനിന് ശേഷം നമ്മൾ ബന്ധം ചേർക്കുക, നമ്മുടെ ഈമാൻ നമ്മൾ പുതുക്കുക. പ്രിയമുള്ളവരെ, അതാണ് നമ്മളുടെ ഈമാൻ നിലനിർത്താനുള്ള ഏറ്റവും വലിയ ഭാഗം, ഏറ്റവും വലിയ അവസരം എന്ന തിരിച്ചറിവോടുകൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റമളാനിലെ നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. മരണപ്പെട്ടുപോയ പണ്ഡിതന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.